അവിടെ ഞാൻ അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരായിരുന്നോ? ആതിരെ നോക്കാൻ ഞങ്ങള് 3 പേരിവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാ ഞാൻ വരേണ്ടി വന്നത്. അവന്തിക നല്ലോണം ആതിരെ നോക്കുമെന്ന് എനിക്കറിയാം. കുഞ്ഞിനെ നശിപ്പിക്കുമെന്നും പറഞ്ഞ് കച്ചകെട്ടി നടക്കുമല്ലേ. അപ്പൊ അത് തടയാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അതിനാണെങ്കിൽ നീ മെനക്കെടണമെന്നില്ല. നീയെന്നല്ല, വൃന്ദാവനത്തിൽ നിന്ന് എല്ലാരും വന്നിവിടെ തമ്പടിച്ചാലും നടക്കേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ നടക്കും. അതുകൊണ്ട് ഉള്ള സമയം നീ നിന്റെ പെങ്കൊച്ചിനെ നോക്കി അവിടെ വീട്ടിയിരുന്നാ പോരെ. അതെങ്ങനെയാ അവന്തികെ? ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോ ഞാൻ അവിടെ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? പിന്നെ അർച്ചന ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അർച്ചനയ്ക്കൊരു സഹായം. കാര്യം അവള് ധൈര്യശാലിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോ ചിലപ്പോ ചെറിയ വിഷമൊക്കെ വരും. അങ്ങനെ തകർന്നു നിൽക്കുമ്പോ കുറച്ച് ധൈര്യം കൊടുത്താ അവള് പിടിച്ചങ്ങ് കേറിക്കോളും. നീ അർച്ചനെ മോട്ടിവേറ്റ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്ക്. ആതിര പ്രസവിക്കില്ലെന്ന് പറഞ്ഞതും അത് നശിപ്പിക്കും എന്ന് പറഞ്ഞതും ഞാനാ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനും എനിക്കറിയാം. ഇനി ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ കൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടത്തിയെടുക്കാൻ അറിയായിരുന്നെങ്കിലേ എന്നെ അതൊക്കെ ആകായിരുന്നു. 7 മാസം കൊണ്ട് ശ്രമിക്കുമല്ലേ നീ. ഇത്രയും നാള് നടക്കാത്തത് ഇനിയൊട്ട് നടക്കാനും പോകുന്നില്ല. അവന്തിക എന്താലോചിക്കുന്നു അത് അവന്തികയ്ക്ക് തന്നെ തിരിച്ചു കിട്ടും. അവന്തികയുടെ ആഘോഷന്റെ കാര്യം ഉൾപ്പെടെ തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നത്. ഈശ്വരൻ തന്നതിനെ സൂക്ഷിക്കാൻ പറ്റിയില്ല, എന്നിട്ടാ മറ്റുള്ളവരുടെ അത് കലക്കാൻ നടക്കുന്നത്.